നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു എക്സാമിൻ്റെയും സിലബസിലെ പ്രധാന ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആദ്യ ടോപ്പിക്കായ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ ഡോക്യുമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിന് സ്പെഷ്യൽ ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ടാവും. അതായത് ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ഫങ്ഷൻ, അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, ഇതൊക്കെ സെറ്റ്സ് ഔട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ലീഗൽ സാങ്ക്ടിറ്റി ഉള്ള ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഫണ്ടമെന്റൽ ലോ ഓഫ് ദാറ്റ് കൺട്രി, ഒരു രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ ലോ ആയിട്ട് നമുക്ക് അതിനെ ടേം ചെയ്യാം. വിച്ച് റിഫ്ലെക്ട്സ് പീപ്പിൾസ് ഫെയ്ത്ത് ആൻഡ് ആസ്പിറേഷൻ. ആ രാജ്യത്തെ സിറ്റിസൺസിന്റെ ഫെയ്ത്ത്സും ആസ്പിറേഷൻസും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പരിശോധിക്കുന്നതിൽ കൂടി ആ രാജ്യത്ത് നിലവിലുള്ളത് ഏത് തരത്തിലുള്ള ഗവൺമെന്റ് ആണ്, ഫോംസ് ഓഫ് ഗവൺമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് തരത്തിലുണ്ട്: റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങളുമുണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, ഫ്രാൻസ് ആൻഡ് ഓൾസോ ഇന്ത്യ. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യം ബ്രിട്ടൻ ആണ്. സ്റ്റിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബ്രിട്ടനിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ച് ഫാക്ച്വൽ പോയിന്റ്സ് കൂടി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയണം. മദർ ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്, ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡും US കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് സംശയിക്കേണ്ട, നമ്മുടേത് തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അടുത്ത രണ്ട് ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. അതുപോലെ തന്നെ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് റഫായിട്ടൊന്ന് പറയാനുള്ളത്. ഇതിനകത്തുനിന്നും വേണമെങ്കിൽ മെയിൻസ് എക്സാമിന് ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വാട്ട് ഡു യു മീൻ ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓർ വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ക്ലാസ്സിന്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്കിന്റെ വിശദമായ നോട്ട്സ് PDF രൂപത്തിലാക്കി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം അത് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ തന്നെ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ ലെഗസി ആയിട്ട് നമുക്ക് പറയാം. ബ്രിട്ടീഷ് റൂളിന്റെ ലെഗസി എന്നാൽ നമ്മുടെ ഈ അറ്റ് ദ മൊമെന്റിൽ, നമ്മുടെ ഈ പ്രസന്റ് ടൈമിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രീവിയസ് ലെജിസ്ലേഷൻസ് ഉണ്ട്. അതായത് ബ്രിട്ടീഷ് ലെജിസ്ലേഷൻസുകളാണ് അതെല്ലാം. അതിനെയൊക്കെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രീവിയസ് ലെജിസ്ലേഷനുകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതായത് സ്റ്റെപ്സ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോർ ഇന്ത്യാസ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഈ ആക്ടിനെ നമുക്ക് പറയാം, ദിസ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരിച്ച ആദ്യത്തെ നടപടിയായിട്ട് നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട് 1773 കാണാവുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ ഫസ്റ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ലാൻഡ്മാർക്കായിട്ട് നമുക്ക് ഈ റെഗുലേറ്റിംഗ് ആക്ടിനെ കാണാവുന്നതാണ്. റെഗുലേറ്റിംഗ് ആക്ടിൽ കൂടെയാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത്. അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ ബിക്കെയിം ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആ പോസ്റ്റിനെ, ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി റെഗുലേറ്റിംഗ് ആക്ടിൽ കൂടി. അപ്രകാരം ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സിനെയാണ്. ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ത്രൂ ദിസ് റെഗുലേറ്റിംഗ് ആക്ട്, ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ കൂടിയാണ് ദ ഫസ്റ്റ് SC സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഫോർട്ട് വില്യം. കൽക്കട്ടയിൽ ഫോർട്ട് വില്യമിൽ ഫസ്റ്റ് സുപ്രീം കോർട്ട് 1774 അപ്പെക്സ് കോർട്ടായിട്ട് ഫോം ചെയ്തത് ഈ 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ കൂടിയാണ്. അപ്പോൾ അതിനകത്തും കുറേ ഫാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻസിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ക്വസ്റ്റ്യനും അവിടെ സ്കോപ്പ് ഉണ്ട്. ഡിസ്ക്രൈബ് അബൌട്ട് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ്. നമ്മൾ അടുത്ത ആക്ടിലോട്ട് പോവുകയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഈ പേര് വന്നത് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിറ്റ്സ് ദ യങ്ങർ എന്നയാളുടെ പേരിലാണ്. അപ്പോൾ ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ടിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കൊണ്ടുവരുന്നത്. ഇപ്രകാരം പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കൂടെ ഇന്ത്യൻ അഫയേഴ്സ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്, അതായത് ഇന്ത്യയുടെ അഫയേഴ്സ് മുഴുവൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുവരെ നമുക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒഫീഷ്യൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇൻ ഇന്ത്യ കൈകാര്യം ചെയ്തിരുന്നത് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പം ഈ ത്രൂ ദിസ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 അവരൊരു ബോർഡ് ഓഫ് കൺട്രോളിനെ കൊണ്ടുവരികയാണ്. അപ്പം ഇനിയുള്ള അഫയേഴ്സിനെ ബോർഡ് ഓഫ് കൺട്രോൾ കൂടി കൺട്രോൾ ചെയ്യണം. അതുപ്രകാരം ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കൊമേഴ്ഷ്യൽ അഫയേഴ്സിന് മാത്രം റെസ്പോൺസിബിൾ ആക്കി. നേരത്തെ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അത് നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മാത്രം നോക്കി നടത്തുന്നതാണ്. ബാക്കിയുള്ള പൊളിറ്റിക്കൽ അഫയേഴ്സ് നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോൾ കൈകാര്യം ചെയ്തോളും. അവർ ഇൻചാർജായി. അതായത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഇൻചാർജ് ബോർഡ് ഓഫ് കൺട്രോളിന്റെ കൈവശത്തിലായി. അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കൂടെ നമുക്ക് പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചാർട്ടർ ആക്ടുകളെ കുറിച്ചാണ്. ചാർട്ടർ ആക്ടുകൾ ഓരോ 20 വർഷം കൂടുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1830 കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. 1813 ചാർട്ടർ ആക്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എൻഡ് ദ മോണോപ്പൊളി ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി ഒക്കെ അവസാനിപ്പിച്ചു. അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരേ ഒരു ട്രേഡ് എന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള ട്രേഡും ട്രേഡ് വിത്ത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡും മാത്രമായിരുന്നു. ചാർട്ടർ ആക്ട് 1830 കൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ അവസാനിപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അടുത്ത ചാർട്ടർ ആക്ട് 20 വർഷത്തിന് ശേഷം ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. 1833 ചാർട്ടർ ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചാർട്ടർ ആക്ടിന്റെ മറ്റൊരു പേരാണ് സെന്റ് ഹെലീന ആക്ട് 1833. ഇതിനകത്ത്
പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് വെച്ചാൽ, ഇറ്റ് മെയ്ഡ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുവരെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നറിയപ്പെട്ടിരുന്ന പോസ്റ്റിനെ അന്ന് മുതൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അത് പ്രകാരം ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം നിയമിതനായ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ലോർഡ് വില്യം ബെഞ്ചിക്. ആ പേര് മറന്നു പോകരുത്. ലോർഡ് വില്യം ബെഞ്ചിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ചാർട്ടർ ആക്ട് 1833, അതിന്റെ മറ്റൊരു പേരാണ് സെയിന്റ് ഹെലീന ആക്ട് 1833. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മ വെച്ചേക്കുക. അങ്ങനെ ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് വരാൻ പോകുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. 1853 ചാർട്ടർ ആക്ട്. ഈ ചാർട്ടർ ആക്ട് പ്രകാരമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിവിൽ സർവീസ് എക്സാമിനേഷനിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാർട്ടർ ആക്ട് 1853 പ്രകാരമാണ്. 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇന്ത്യൻ സിവിൽ സർവീസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് 1854 മെക്കാളെ കമ്മിറ്റി, ഇന്ത്യൻ സിവിൽ സർവീസിലെ മെക്കാളെ കമ്മിറ്റി 1854 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാർട്ടർ ആക്ട് ഓഫ് 1853 പ്രകാരമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷമാണ്. അതുപോലെ ആ കമ്മിറ്റിയുടെ പേരും മറന്നു പോകരുത്. മെക്കാളെ കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസസ് വാസ് അപ്പോയിന്റഡ് ഇൻ 1854 പ്രകാരമാണ്. അപ്പോൾ 1853 ചാർട്ടർ ആക്ടിനെ കുറിച്ച് അത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ 1857 ഷിബായ് മ്യൂട്ടിനിക്ക് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആക്ടിന് മറ്റൊരു പേരുണ്ട്, ആക്ട് ഓഫ് ഗുഡ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 മറ്റൊരു പേരാണ് ആക്ട് ഓഫ് ഗുഡ് ഗവൺമെന്റ്. ദിസ് ആക്ട് ട്രാൻസ്ഫർഡ് ദ ഗവൺമെന്റ് ടെറിട്ടറീസ് ആൻഡ് റവന്യൂസ് ഓഫ് ദ ഇന്ത്യ ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ദ ക്രൗൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ക്രൗൺ ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കൂടെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദ റൂൾ ഓഫ് ദ കമ്പനി വാസ് റീപ്ലേസ്ഡ് ബൈ ദ റൂൾ ഓഫ് ദ ക്രൗൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം റീപ്ലേസ് ചെയ്തിട്ട് അത് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുകയാണ്. അത് ബ്രിട്ടീഷ് ക്രൗണിനെ റീപ്ലേസ് ചെയ്യണം. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാറ്റിയിട്ട് ഇന്ത്യയുടെ ഭരണം ക്രൗൺ നേരിട്ട് നടത്തുകയാണ്. ദ പവർ ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ വെയർ ടു ബി എക്സസൈസ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഈ ബ്രിട്ടീഷ് ക്രൗണിന്റെ പവർ, ബ്രിട്ടീഷ് ക്രൗണിന് വേണ്ടിയിട്ട് ഇവിടെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിതനാവുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നിയമിതനായ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിയമിതനായ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ലോർഡ് സ്റ്റാൻലി. ലോർഡ് സ്റ്റാൻലി ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഉള്ള ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആ പോസ്റ്റ് റീനെയിം ചെയ്ത് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നാക്കി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ മാറ്റിയിട്ട് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റാക്കി. അങ്ങനെ നിയമിതനായ ആദ്യത്തെ വൈസ്രോയി ആണ് ലോർഡ് കാനിങ്. അപ്പോൾ ലോർഡ് കാനിങ് ആണ് ദ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നുള്ള ഒരു മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യനും നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്ത ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. ഈ ആക്ടിൽ കൂടെ ഈ ഗവർണർ ജനറലുടെ എക്സ്പാൻഡഡ് കൗൺസിലിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് കുറച്ച് ഇന്ത്യക്കാരുണ്ടായിരിക്കണം എന്ന് വന്നു ഈ ആക്ടിൽ കൂടെ. അതായത് ഇന്ത്യക്കാരുടെ പാർട്ടിസിപ്പേഷനും ലെജിസ്ലേഷൻ മേക്കിങ്ങിൽ ഉണ്ടാകണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 കൂടെയാണ്. അങ്ങനെ ആ ആക്ടിൽ കൂടെ 3 ഇന്ത്യക്കാർ, 3 ഇന്ത്യൻസ്, അതായത് രാജാ ഓഫ് ബനാറസ്, മഹാരാജാ ഓഫ് പാട്യാല ആൻഡ് സർ ദിനകർ റാവു വെയർ നോമിനേറ്റഡ്. 3 ഇന്ത്യക്കാർ
Raja of Banaras, Maharaja of Patiala and Sir Dinakar Rao were nominated. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 കൂടെ. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ കൂടെ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കിട്ടുന്നു പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഒരുപാട് PSC എക്സാമിനുകളിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കിട്ടുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 കൂടെയാണ്. അത് ഡ്യൂറിങ് ദ വൈസ്രോയാലിറ്റി ഓഫ് ലോർഡ് കാനിങ്. ആ സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് കാനിങ് ആണ്. അപ്പോൾ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിലെ പ്രധാനപ്പെട്ട ഫാക്ട്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 ഇതിനകത്തൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ ഇലക്ഷൻ സിസ്റ്റം, ഇലക്ഷൻ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുവെങ്കിലും അതൊരു ഇൻഡയറക്റ്റ് മാനറിലായിരുന്നു. ഡയറക്റ്റ് മാനറിലായിരുന്നില്ല, ഒരു ഇൻഡയറക്റ്റ് മാനറിലായിരുന്നു ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ ആക്ടിൽ കൂടെയാണ് കൗൺസിൽസിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനും എക്സിക്യൂട്ടീവിന്റെ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാനും എക്സിക്യൂട്ടീവ്സിന് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാനും ഒക്കെ പ്രൊവിഷൻസ് കൊണ്ടുവന്നത്. 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ അത്രയുള്ളൂ പറയാൻ. അതുപോലെ തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. നമുക്കൊക്കെ അറിയാം, നമ്മളത് മറ്റൊരു പേരിലാണ് പഠിച്ചിട്ടുള്ളത്. എന്താണ്? മോർലി മിൻഡോ റിഫോംസ് എന്ന പേരിലാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ സമയത്ത് ലോർഡ് മോർലി എന്ന് പറയുന്നത് സെക്രട്ടറീസ് ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1858 ആക്ടിൽ കൂടെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൂടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു പോസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഇതിലെ ഈ മോർലി മിൻഡോ റിഫോംസിലെ മോർലി എന്ന് പറയുന്നത് അന്നേരത്തെ ദെൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ലോർഡ് മിൻഡോ ആയിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അറ്റ് ദാറ്റ് ടൈം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ലോർഡ് മിൻഡോ. ഈ 1909 മോർലി മിൻഡോ റിഫോംസിൽ കൂടെയാണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻസ്, മുസ്ലിംസിന് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ലോർഡ് മിൻഡോ കെയിം ടു ബി നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. ഇന്ത്യയിലെ കമ്മ്യൂണൽ ഇലക്ടറേറ്റിന്റെ ഫാദറായിട്ട് ലോർഡ് മിൻഡോ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് വൈസ്രോയി ഇൻ 1909. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സത്യേന്ദ്ര പ്രസന്ന സിൻഹ, SP സിൻഹയാണ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ 1909 മോർലി മിൻഡോ ആക്ടിലെ പ്രധാനപ്പെട്ട ഫാക്ട്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ആക്ട് അറിയപ്പെടുന്ന പേര് മൊണ്ടഗ്യൂ ചെംസ്ഫോർഡ് റിഫോം എന്നാണ്. മൊണ്ടഗ്യൂ വാസ് ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ലോർഡ് ചെംസ്ഫോർഡ് വാസ് ദ ദെൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. മൊണ്ടഗ്യൂ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലോർഡ് ചെംസ്ഫോർഡ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു 1919. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ഇവര് സെൻട്രൽ സബ്ജക്ട്സിനെ ഡിമാർക്കേറ്റ് ചെയ്യുകയും അതിനെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ദി സ്കീം ഓഫ് ഡുവൽ ഗവേണൻസ്, ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൊവിൻസസിൽ ഡയാർക്കി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈക്കാമറലിസം കൊണ്ടുവന്നതും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൂടെയാണ്. ആൻഡ് ഡയറക്ട് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി, രാജ്യത്ത് ഡയറക്ട് ഇലക്ഷൻ കൊണ്ടുവന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 കൂടെയാണ്. അതുപോലെ തന്നെ ലണ്ടനിൽ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൂടെയാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സുകളുണ്ട്. അതായത് സെൻട്രൽ സബ്ജക്ട്സിനെ ഡിമാർക്കേറ്റ് ചെയ്യുന്നു, അതിനെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിൽ നിന്നും
സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഡുവൽ ഗവേണൻസ് കൊണ്ടുവരുന്നത്, അതായത് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈക്കാമറലിസം കൊണ്ടുവരുന്നു, ഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ടുവരുന്നു, ലണ്ടനിൽ ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ സ്ഥാപിതമാക്കുന്നു. അത്രയുമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഫാക്റ്റുകൾ. ഇതും നമുക്ക് മെയിൻസിന്റെ ക്വസ്റ്റിനകത്ത് പ്രതീക്ഷിക്കാം, വേണമെങ്കിൽ ചോദിക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്നാക്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആക്ടിന് വളരെയധികം പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരുപാട് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് പ്രൊവിഷൻസിന് ബേസിസ് ആയിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ദ പ്രോവിൻസസ് ആൻഡ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആസ് ദ യൂണിറ്റ്സ്. ഈ ആക്ടിൽ കൂടെയാണ് നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൂടെയാണ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ. അതിനകത്ത് പ്രൊവിൻസസും ഉണ്ടാവും, പ്രിൻസിലി സ്റ്റേറ്റ്സും ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഉണ്ടായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൂടെയാണ്. അതുപോലെ തന്നെ ദ ആക്ട് ഡിവൈഡഡ് ദ പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ യൂണിറ്റ്സ് ഇൻ ടേംസ് ഓഫ് 3 ലിസ്റ്റ്. 3 ലിസ്റ്റിൽ കൂടെ നമ്മുടെ സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിൽ ഇവർ പവേഴ്സ് ഡിവൈഡ് ചെയ്തു. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ ഈ 3 ലിസ്റ്റിൽ കൂടെ പവേഴ്സ് സെന്ററിന്റെയും സ്റ്റേറ്റ്സിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ സെന്ററിന്റെയും പ്രൊവിൻസിന്റെയും ഇടയിൽ ഡിവൈഡ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൂടെയാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് ദ റെസിജ്വറി പവേഴ്സ് വെയർ വെസ്റ്റഡ് വിത്ത് ദ വൈസ്രോയി. റെസിജ്വറി പവേഴ്സ് ഉണ്ട്, അതായത് ഈ ലിസ്റ്റിലൊന്നും പെടാത്ത പവേഴ്സ്, ഈ 3 ലിസ്റ്റിലൊന്നും പെടാത്ത പവേഴ്സ് ആണ് റെസിജ്വറി പവേഴ്സ്. ഈ റെസിജ്വറി പവേഴ്സ് ഒക്കെ വെസ്റ്റ് ചെയ്തത് വൈസ്രോയുടെ കയ്യിലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ആക്ട് നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയാർക്കി ഉണ്ടല്ലോ, ആ ഡയാർക്കിയെ അബോളിഷ് ചെയ്തു. പ്രൊവിൻസസിൽ ഡയാർക്കിയെ അബോളിഷ് ചെയ്തിട്ടും ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൂടെയാണ്. പ്രൊവിൻസസിലാണ് ഇവർ ഡയാർക്കി അബോളിഷ് ചെയ്തത്. പ്രൊവിൻസസിൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈ ഡയാർക്കി സെൻട്രലിൽ ഇവർ അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവരെന്താണ്, പ്രൊവിൻസസിലാണ് ഡയാർക്കി അബോളിഷ് ചെയ്തത്, പക്ഷേ സെൻട്രലിൽ ഇവർ ഡയാർക്കി അഡോപ്റ്റ് ചെയ്തിരുന്നു. ഈ ആക്ട് ഡയാർക്കി അഡോപ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുത്തു. വുമൺ, ലേബർ ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇവർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ദിസ് ആക്ട് എക്സസൈസ് ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഇൻ ഫ്രെയിമിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഫാക്ട്സും ചോദിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഇന്ത്യയെ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഡിക്ലെയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ സ്റ്റേറ്റ്. ഇത് നിലവിൽ വന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 കെയിം ഇൻ ടു എഫക്ട് എന്ന് ചോദിച്ചാൽ 18th July 1947 ആണ്. ഡേറ്റ് മറക്കരുത്. 18th July 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇറ്റ് ഡിക്ലയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ലെജിസ്ലേഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നാഷണൽ സിമ്പിൾസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒരുപാട് ക്ലാസ്സുകളിലും നമ്മൾ ചെറിയ ക്ലാസ്സുകളോട്ടും നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുന്ന PSC എക്സാമിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് നാഷണൽ സിമ്പിൾസ്. പക്ഷെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇക്കാര്യം പറയാതെ പോകാൻ വയ്യ. സോ ഒന്ന് റഫായിട്ട് പറഞ്ഞു പോകാം. നാഷണൽ സിമ്പിൾസിൽ നമ്മൾ ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചാണ്. നാഷണൽ ഫ്ലാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൊറിസോണ്ടൽ ട്രൈ കളർ ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള ഫ്ലാഗ് ആണ് നമുക്കുള്ളത്. ഡീപ് സാഫ്രൺ ആണ് ടോപ്പിലുള്ള കളറ്.
മിഡിലുള്ളത് വൈറ്റ് കളറാണ്, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടത്തിലുള്ളത്. അത് എല്ലാവർക്കും അറിയാം. റേഷ്യോ, അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ റേഷ്യോ ഓഫ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഗ് ടു ഇറ്റ്സ് ലെങ്ത്, അതായത് വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ ആണ് 2:3. 2:3 ആണ്. അത് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്, അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിലുള്ളത് ചക്രയാണ്. ചക്ര നമുക്കറിയാം വീലാണ്. വീൽ സാരനാഥ് ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയുടെ അബാക്കസിൽ അപ്പിയർ ചെയ്യുന്നതാണ് അതിന്റെ ഡിസൈൻ. ഇതിന് 24 സ്പോക്സ്, 24 ആരക്കാലുകൾ എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, 24 ആരക്കാലുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിംഗലി വെങ്കയ്യയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ ഡിസൈൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ 22 ജൂലൈ 1947 ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 22 ജൂലൈ 1947 നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ ഡിസൈൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യുന്നതിനെ ഗവേൺ ചെയ്യുന്ന 2 ആക്ടുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ആക്ടുകളാണ് നാഷണൽ ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യുന്നതിനെ ഗവേൺ ചെയ്യുന്ന 2 ആക്ട്. പ്രൊവിഷൻസ് ഓഫ് ദ എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട് 1950 ആൻഡ് ഓൾസോ ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. ആ 2 ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടും പഠിച്ചു വെച്ചേക്കണം. ഈ വരാൻ പോകുന്ന ഡിഗ്രി പരീക്ഷകളുടെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഫാക്ച്വൽ പോയിന്റ്സ് മാത്രമുള്ളതാവാൻ സാധ്യതയില്ല. അതായത് വേണമെങ്കിൽ സെന്റൻസുകൾ തരാം, സെന്റൻസുകൾ തന്നിട്ട് ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, ഇതിലേതാണ് ശരി എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടുപോകണം. അതായത് വെറുതെ ഒരു ഫാക്ച്വൽ സ്റ്റഡി ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലാഗ് കോഡാണ്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 നിലയിൽ വന്നത്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ടേക്കൺ ടു എഫക്ട് ഫ്രം ജാനുവരി 26, 2002 ആണ്. 2002 ജാനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. അമെൻഡഡ് കോഡ് കെയിം ഇൻ ടു എഫക്ട് ഫ്രം ജാനുവരി 26, 2003. അതായത് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ വന്നത് 2002 ജനുവരി 26 അങ്ങനെ അതിന്റെ അമെൻഡഡ് കോഡ് നിലവിൽ വന്നത് ജനുവരി 26, 2003. ഇനി ഞാൻ പറയാൻ പോകുന്നത് റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നവീൻ ജിൻഡാൽ കേസ്. നവീൻ ജിൻഡാൽ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. അത് ഫ്ലാഗ് കോൺട്രാവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്ലാഗ് കോൺട്രാവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നവീൻ ജിൻഡാൽ കേസ്. അതായത് 2001 ഒരു കേസ് ഫയൽ ചെയ്തു. നവീൻ ജിൻഡാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അതായത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാവോ, നാഷണൽ ഫ്ലാഗ് എടുത്ത് ഇയാളുടെ കമ്പനി ബിൽഡിങ്ങിന്റെ മുകളിൽ ഹോയിസ്റ്റ് ചെയ്തു, പ്രദർശിപ്പിച്ചു, കെട്ടി. അപ്പൊ നമുക്ക് പ്രൈവറ്റ് ബിൽഡിങ്ങിന്റെ ഇയാൾ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ അമേരിക്കയിലായിരുന്നു പഠിച്ചതും, ഇയാളുടെ കോളേജ് ഡേയ്സ് ഒക്കെ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അയാളുടെ അമേരിക്കൻ ഫ്രണ്ട്സ് അവരുടെ നാഷണൽ ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് അതിനകത്തുനിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നവീൻ ജിൻഡാൽ ഇവിടെ വന്നിട്ട് ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്തത്. അതായത് ഫ്ലാഗ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ കെട്ടിയത്. പക്ഷെ അത് കേസായി. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇദ്ദേഹം ഈ കേസ് ഡൽഹി ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലോട്ടും ഒക്കെ കൊണ്ടുപോയി. അവിടെ 2 ഇദ്ദേഹം ഈ കേസ് ജയിച്ചു. ഫൈനലി സുപ്രീം കോർട്ട് ഓർഡർ ചെയ്തു എന്താണ്, ഒരു കമ്മിറ്റിയെ സെറ്റ് അസൈഡ് ചെയ്യാൻ, ഈ മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ സെറ്റ് അസൈഡ് ചെയ്യാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ഗവൺമെന്റിന്റെ അടുത്ത് ഓർഡർ ചെയ്തു. അങ്ങനെ അവസാനം ജനുവരി 26, 2004 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പ്രൈവറ്റ് സിറ്റിസൺസ് വെയർ അലൗഡ് ടു ഫ്ലൈ ഇന്ത്യസ് ഫ്ലാഗ് ഇൻസൈഡ് ആൻഡ് അറ്റോപ്പ് ദെയർ ബിൽഡിംഗ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൈവറ്റ് സിറ്റിസൺസിനെയും അലൗ ചെയ്തു എന്താണ്, ഇന്ത്യയുടെ ഫ്ലാഗ് അവരുടെ ബിൽഡിങ്ങിന്റെ അകത്തും പുറത്തും എന്താണ് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം അങ്ങനെ 2004 ജനുവരി 26 കൂടെ കിട്ടുകയാണ്. ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പെർമിഷൻ ഉള്ളത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരുന്നു. നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇങ്ങനെ ഒരു അവകാശം ഇല്ലായിരുന്നു, നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തായാലും നവീൻ ജിൻഡാൽ കേസിൽ കൂടെ അതിനൊരു തീരുമാനമായി. അപ്പം ഫ്ലാഗ് കോൺട്രാവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസാണ്
നവീൻ ജിൻഡാൽ കേസ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ എംബ്ലത്തെ കുറിച്ചാണ്. നാഷണൽ എംബ്ലം, ദ സ്റ്റേറ്റ് എംബ്ലം നമുക്കറിയാം അഡാപ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? സാരനാഥ്, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. അശോകന്റെ സാരനാഥ് ലയൺ ക്യാപിറ്റലിൽ നിന്നാണ്. ഈ എംബ്ലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. ഈ എംബ്ലം നമ്മൾ അഡോപ്റ്റ് ചെയ്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തത് 26 ജാനുവരി 1950 1950 ജനുവരി 26 സ്റ്റേറ്റ് എംബ്ലം അഡോപ്റ്റ് ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്, അത് മറന്നുപോകരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം സത്യമേവ ജയതേ ഫ്രം മുണ്ടക ഉപനിഷത്ത്, മീനിങ് ട്രൂത്ത് അലോൺ ട്രയംസ് ആണ് നമ്മുടെ അബാക്കസിന്റെ താഴെ ദേവനാഗരി സ്ക്രിപ്റ്റിൽ ആലോകനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ എംബ്ലത്തെ കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. അടുത്തത് നമ്മുടെ നാഷണൽ ആന്തത്തെ കുറിച്ചാണ്. ദേശീയഗാനം. ദേശീയഗാനം ജനഗണമനയാണ്. അവിടെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമന ഒറിജിനലി കമ്പോസ് ചെയ്തിരിക്കുന്നത് ബംഗാളിയിലാണ്. ബംഗാളി ലാംഗ്വേജിലാണ് ഒറിജിനലി ടാഗോർ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹിന്ദി വേർഷനാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് 4 സ്റ്റാൻസയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് 52 സെക്കൻഡ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചൊല്ലി തീർക്കുന്നത് ഒക്കെ നമുക്കറിയാം. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നാഷണൽ ആന്തം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 24 ജാനുവരി 1950 ഇവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ ഡേറ്റുകൾ നമ്മൾ ഓർത്ത് വെക്കാനുണ്ട്. 24 ജാനുവരി 1950 അതുപോലെ തന്നെ നമ്മുടെ ഈ നാഷണൽ ആന്തം ഫസ്റ്റ് സിംഗ് ചെയ്തത് 27 ഡിസംബർ 1911 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സെഷനിലാണ്. അത്രയുമാണ് നാഷണൽ ആന്തത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാനുള്ളത് നാഷണൽ ആന്തത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള നമ്മുടെ നാഷണൽ സോങ്ങിനെ കുറിച്ചാണ്. നാഷണൽ സോങ് വന്ദേ മാതരം കമ്പോസ് ചെയ്തിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്, സംസ്കൃത ഭാഷയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഈ നാഷണൽ സോങ് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് അവരുടെ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിന്റെ സമയത്ത് ഇൻസ്പിറേഷണൽ സോങ് ആയിരുന്നു, സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇറ്റ് വാസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു ദ പീപ്പിൾ ഇൻ ദെയർ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അപ്പോൾ നമ്മൾ നാഷണൽ സോങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ സോങ് ഇറ്റ് ഹാസ് ആൻ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് ജനഗണമന. നാഷണൽ ആന്തത്തിനുള്ള അതേ സ്റ്റാറ്റസ് തന്നെ നമ്മുടെ നാഷണൽ സോങ്ങിനുമുണ്ട്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് സങ് ചെയ്തിരിക്കുന്നത് 1896 INCയുടെ സെഷനിലാണ്. അപ്പോൾ നാഷണൽ ആന്തം നാഷണൽ സോങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം നാഷണൽ കലണ്ടറിനെ കുറിച്ചാണ്. നമ്മുടെ നാഷണൽ കലണ്ടർ ഷക എറയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ കലണ്ടർ ബേസ്ഡ് ഓൺ ദ ഷക എറയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചൈത്രമാണ് ഫസ്റ്റ് മന്ത്. അതിന് നോർമൽ ഇയർ ഒരു 365 ഡേയ്സ് ആണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത്. അതായത് നാഷണൽ കലണ്ടർ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 22 മാർച്ച് 1957 22 മാർച്ച് 1957 അത് ഗ്രിഗോറിയൻ കലണ്ടറിനോടൊപ്പം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒഫീഷ്യൽ പർപ്പസസ്, ഈ നാഷണൽ കലണ്ടറിന് ചില ഒഫീഷ്യൽ പർപ്പസസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് വേണമെങ്കിൽ എക്സാമിന് 4 പോയിന്റ്സ് ആയിട്ട് തന്ന് ചോദിക്കാം. ഇതിലേതാണ് പെടാത്തതെന്ന് ചോദിക്കാം. അതിൽ ഒന്നാമത്തത് ഗസറ്റ് ഓഫ് ഇന്ത്യ, ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ, കലണ്ടേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്. ഇത്രയും കാര്യങ്ങളിലാണ് നാഷണൽ കലണ്ടർ നമ്മൾ ഒഫീഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചൈത്ര 1 ഫോളോ ചെയ്യുന്നത്, ചൈത്രം ആണ് ആദ്യ മാസം. ഈ ചൈത്ര 1 നോർമൽ ഇയേഴ്സിൽ 22 മാർച്ചിലായിരിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് ഇതൊരു ലീപ്പ് ഇയർ ആണെങ്കിൽ അത് 21 മാർച്ചിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് തവണ PSCയുടെ പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. നാഷണൽ ആനിമൽ നമുക്കറിയാം, ദ മാഗ്നിഫിഷ്യന്റ് ടൈഗർ ആണ് നമ്മുടെ നാഷണൽ ആനിമൽ. പാന്തേറ ടൈഗ്രിസ് ആണ് അതിന്റെ സയന്റിഫിക് നെയിം. 1972 നമ്മൾ ടൈഗറിനെ നാഷണൽ ആനിമലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ ടൈഗർ പോപ്പുലേഷന്റെ എണ്ണം കുറയുന്നതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്തത് ഏപ്രിൽ 1973.
അടുത്തത് നാഷണൽ ബേർഡാണ്. നമുക്കറിയാം ഇന്ത്യൻ പീകോക്ക് ആണ് നമ്മുടെ നാഷണൽ ബേർഡ്, പാവോ ക്രിസ്റ്റാറ്റസ്. അതും ഒരു ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബേർഡാണ് നമ്മുടെ നാഷണൽ ബേർഡ്. പിന്നെ നാഷണൽ ഫ്ലവർ ലോട്ടസ് ആണ്, നിലിംബനൂസിഫെറ ഗൈറ്റിൻ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ ട്രീ ഇന്ത്യൻ ഫിഗ് ട്രീ ആണ്, ഫിക്കസ് ബംഗാളൻസിസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അടുത്തത് നമ്മുടെ നാഷണൽ റിവർ ദ ഗംഗസ് ആണ്, ഗംഗയാണ് നമ്മുടെ നാഷണൽ റിവർ. ഗംഗയെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 2008 തൊട്ടാണ്. പിന്നെ നാഷണൽ ഫ്രൂട്ട് മാംഗോ ആണ്, മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ് സയന്റിഫിക് നെയിം. നാഷണൽ ഗെയിം ഹോക്കിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ എംബ്ലത്തെ കുറിച്ച് നമ്മുടെ സിംബൽസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിരിക്കുകയാണ്.